രാഷ്ട്രീയത്തിലിറങ്ങാനുള്ള ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ സമരത്തിലൂടെ ബിജെപിയുടെ കണ്ണിലെ കരടായ വിനേഷ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയാൽ അത് ബിജെപിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല. കായിക മേഖലയിൽ നിന്ന് മുൻപും നിരവധി പേർ രാഷ്ട്രീയത്തിലെത്തിയിട്ടുണ്ട്. അതിൽ പ്രമുഖർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം അടുത്തതായി. കായിക രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലെത്തി ശോഭിച്ചവരിൽ ഒന്നാമൻ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ്. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗിൽ വെങ്കല മെഡൽ ജേതാവായ റാത്തോഡ് 2013 ബിജെപിയിൽ ചേർന്നു. 2014 ജയ്പൂരിൽ നിന്ന് MP ആയി. ഒന്നാം മോദി സർക്കാരിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കായിക വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായും പ്രവർത്തിച്ചു. പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റിയ റാത്തോഡ് നിലവിൽ രാജസ്ഥാൻ സർക്കാരിൽ വ്യവസായ കായിക വകുപ്പ് മന്ത്രിയാണ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റർ നവജോത് സിംഗ് സിദ്ധുവാണ് രാഷ്ട്രീയത്തിലെത്തി വിജയക്കൊടി പാറിച്ച മറ്റൊരു കായിക താരം. ബിജെപിയിലൂടെയാണ് സിദ്ധുവിന്റെയും രാഷ്ട്രീയ പ്രവേശം. 2004-2009 വർഷങ്ങളിൽ സിദ്ധു BJP ടിക്കറ്റിൽ പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലെത്തി. ആം ആദ്മി പാർട്ടിയിൽ ചേർന്നേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെ 2016 രാജ്യസഭാ സീറ്റ് നൽകി സിദ്ധുവിനെ പാർട്ടിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ BJP ശ്രമിച്ചു. പക്ഷേ 2017 സിദ്ധു BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നു. പഞ്ചാബ് നിയമസഭയിലേക്ക് മത്സരിച്ച ടൂറിസം മന്ത്രിയായി. 2021 പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനായി. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീറാണ് മറ്റൊരാൾ. ഏകദിന T20 ലോകകപ്പിൽ നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന ഗംഭീർ 2019 BJPയിൽ ചേരുന്നത്. ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ലോക്സഭയിലെത്തി. എന്നാൽ ഒറ്റ ടേമോടുകൂടി തന്നെ ഗംഭീർ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. 2024 അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. നിലവിൽ ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലകനാണ്. ഗംഭീറിന്റെ സഹതാരമായിരുന്ന യൂസുഫ് പത്താനും നിലവിൽ രാഷ്ട്രീയത്തിലാണ്. ഏകദിന T20 ലോകകപ്പുകൾ നേടിയ ഇന്ത്യൻ ടീമിൽ പത്താനും അംഗമായിരുന്നു. ഗുജറാത്തുകാരനായ പത്താനെ ബംഗാളിലെത്തിച്ച് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചു മമതാ ബാനർജി. ബഹ്റാംപൂരിൽ കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് അധീർ രഞ്ജൻ ചൗധരിയെ പരാജയപ്പെടുത്തി പത്താൻ മമതയുടെ വിശ്വാസം കാത്തു. മുൻ ദേശീയ ഹോക്കി താരമായ അസ്ലം ഷേർഖാനും രാഷ്ട്രീയത്തിലെത്തി ശോഭിച്ച കായിക താരമാണ്. 1984 അസ്ലം കോൺഗ്രസ് ടിക്കറ്റിൽ മധ്യപ്രദേശിൽ നിന്ന് ലോക്സഭയിലെത്തി. 2 തവണ MP ആയി. പിന്നീട് BJPയിലും NCPയിലും ചേർന്ന് ഭാഗ്യപരീക്ഷണം നടത്തിയെങ്കിലും 2009 വീണ്ടും കോൺഗ്രസിലെത്തി. ലോക്സഭയിലെത്തുന്ന രാജ്യത്തെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ താരമാണ് പ്രസൂൻ ബാനർജി. ഇന്ത്യൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന പ്രസൂൻ ബാനർജി നിലവിൽ ബംഗാളിലെ ഖൗറയിൽ നിന്നുള്ള തൃണമൂൽ MP-യാണ്. ഉത്തർപ്രദേശിൽ ഒന്നാം യോഗി സർക്കാരിൽ കായിക മന്ത്രിയായിരുന്ന ചേതൻ ചൗഹാനും ബീഹാറിൽ നിന്നുള്ള BJP MP ആയിരുന്ന കീർത്തി ആസാദും ക്രിക്കറ്റിൽ നിന്ന് തന്നെ രാഷ്ട്രീയത്തിലെത്തി ശോഭിച്ചവരാണ്.